അത് കണ്ട സെക്കൻഡിൽ തന്നെ എനിക്ക് കിളി പോയ നിന്നെ ഓർമ്മ വന്നു. പട്ടി ആർക്കടാ കിളി പോയത്? എനിക്കോ? എനിക്കോ? പറടാ. ഒരു സന്തോഷ വാർത്ത പറയാൻ നിന്നെ വിളിച്ച എന്നെ പറഞ്ഞാ മതി. ശരിയാടാ, ഞാൻ കിളി പോയവളാ. അതുകൊണ്ടാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ തള്ളിസ്റ്റായ നിന്നെ ഞാൻ എന്റെ ബെസ്റ്റി ആയിട്ട് കണക്കാക്കുന്നത്. നീ ചൂടാവാതെ തുനി. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇന്നത്തെ കാലത്ത് നോർമലായ ഏതെങ്കിലും ഒരു പെണ്ണ് അബ്നോർമലായ ഒരു കോടീശ്വരന്റെ പിന്നാലെ പോവോ? എന്നെ നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ആര്യൻ അബ്നോർമൽ ആണെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിച്ചു തരൂല. എടി, ഞാൻ അറിഞ്ഞിടത്തോളം ആരോടും മനുഷ്യപ്പറ്റ് കാണിക്കാത്തവനാ ഈ ആര്യൻ. ആ കള്ളസ്വാമി പറഞ്ഞത് വെച്ചല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ആര്യനെ നിങ്ങളെക്കാളൊക്കെ നന്നായിട്ട് എനിക്കറിയാം. ഇവൾ ഉറങ്ങിയില്ലേ? അവൻ തങ്കമാടാ, തനി തങ്കം. എടാ, അവൻ എന്തൊരു കെയറിംഗ് ആണെന്നറിയോ? കുറച്ചു മുന്നേ വരെ ഞാൻ ആര്യനായിട്ട് സംസാരിച്ചു. നാളെ വീണ്ടും കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവളിപ്പോഴും അവനുമായിട്ട് സംസാരിച്ചേ? ഇനി അവൻ മതിൽച്ചാടി എങ്ങനെ കയറി കാണോ? ആര്യനെ ഫോണിൽ കിട്ടിയ സന്തോഷ വാർത്ത പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. അപ്പൊ നീ എന്നെ കളിയാക്കി. ഓ ഓ ഓ, ഫോണിൽ സംസാരിച്ച കാര്യമാണ് പറഞ്ഞത്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ശരി ശരി, എന്നാ പിന്നെ നീ നാളെ അയാളെ കണ്ടിട്ട് വിളിക്കും. അതെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എനിക്ക് വേണ്ടി നീ അത് ചെയ്തു തന്നേ പറ്റൂ. ചെയ്യില്ലേ അർജുൻ? ആ, പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. നീ കാര്യം പറ. ഞാനേ ഇൻഷുറൻസ് ഏജന്റ് ആണെന്നാണല്ലോ ആര്യൻ കരുതിയിരിക്കുന്നേ. അപ്പ അയാളെ കാണുമ്പോ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമല്ലോ. അതുകൊണ്ടേ നാളെ ആര്യനെ കാണുന്നതിന് മുമ്പ് അർജുൻ എനിക്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജന്റിനെ പരിചയപ്പെടുത്തി തരണം. കുറെ ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ പഠിച്ചോണ്ട് വേണം എനിക്ക് ആര്യന്റെ മുമ്പിലേക്ക് പോവാൻ. ദൈവമേ, ആൾ മാറാട്ടോ. ഓ, ഒരുത്തനെ വളയ്ക്കാൻ പോവാൻ എന്തൊരു ശുഷ്കാന്തി! ഇതിന്റെ പകുതി ശുഷ്കാന്തി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിനകം PSC ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചാനെ. അതിപ്പോ നീയും ലിസ്റ്റിലൊന്നും ഇല്ലല്ലോ. അതെന്താ, നിനക്ക് ശുഷ്കാന്തി ഇല്ലാത്തോണ്ടാണോ? ഞാൻ ലിസ്റ്റിൽ ഇല്ലാത്തതേ എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നുകൊണ്ടാ, അല്ലാതെ നിന്നെ പോലെ ആരെങ്കിലും വളയ്ക്കാൻ നടന്നുകൊണ്ടല്ല. എടാ, നീ ലൈഫ് സെറ്റാക്കുന്നത് പോലെ ഞാനും എന്റെ ലൈഫും സെറ്റാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയല്ലേ. നമ്മൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോണം. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ശരി, എനിക്ക് നാളെ രാവിലെ SP വീട്ടിൽ നിന്ന് ഓട്ടം ഉണ്ട്. എന്തായാലും ഒരു 8:30 മണിയാകുമ്പോൾ നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ നിനക്കൊരു ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. പക്ഷെ ആരും പോളിസി എടുത്താ ആ കമ്മീഷൻ ചേട്ടന് കൊടുത്തേക്കണം. വലിയ പ്രാരാബ്ധക്കാരനാന്നേ. ഓക്കെ, സെറ്റ്. ഞാൻ എവിടെ വരണം? നീ ബസ് സ്റ്റോപ്പിനടുത്ത് നിന്നാ മതി. പിന്നെ പറഞ്ഞ സമയത്ത് തന്നെ വരണേ. രാവിലെ മേക്കപ്പ് ചെയ്ത് നിന്ന് വെറുതെ സമയം കളയരുത്. ഞാൻ എന്റെ പാട് നോക്കി പോവും. ഇല്ലടാ, ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് മേക്കപ്പ് തുടങ്ങാം. എന്റെ ഈശ്വര, 8:30 മുമ്പ് തീർന്നാ മതിയായിരുന്നു. എങ്കിൽ ശരി, രാവിലെ കാണാം. ബൈ. ബൈ. ഓക്കെ. എന്താടി, നന്നായിട്ട് പഠിക്കുന്നില്ലേ? വല്ല കോടീശ്വരന്മാരുടെയും പുറകെ കറങ്ങി നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. പിന്നെ കോടീശ്വരന്മാർക്ക് അതല്ലേ പണി? അല്ല, ഏട്ടൻ ഈ രാത്രി ആരോടാ സംസാരിച്ചേ? ധ്വനി ധ്വനി അവളെല്ലാം കേട്ടാ? ധ്വനിയുടെ വട്ടം ഓരോ ദിവസവും കൂടിക്കൂടി വരിക. ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ച് ആരിന്റെ പിന്നാലെ കറങ്ങി നടക്കുന്ന സമയത്ത് കോച്ചിങ്ങിന് പഠിച്ച ഈസി ആയിട്ട് അവൾക്ക് സർക്കാർ ജോലി കിട്ടും. ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ച്
അതിലൊരു താല്പര്യം തോന്നി അവളൊരു ഇൻഷുറൻസ് ഏജന്റെങ്കിലും ആയാ മതിയായിരുന്നു. അതാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. നീ എന്ത് പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുന്നത്? അവിടെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒക്കെ ആക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിനനുസരിച്ച് തല്ലു കൊടുത്ത് വളർത്തണമായിരുന്നു. അതിന് പകരം അനൂപേട്ടനാ അവളുടെ എല്ലാ തോന്നിയാസത്തിനും മണം വെച്ച് കൊടുത്തത്.